ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെറിയ രസകരമായ ഒരു സ്റ്റോറിയാണ് വായിക്കാൻ പോകുന്നത്. സ്റ്റോറി ചെറുതാണെങ്കിലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വേർഡ്സുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വേർഡ്സുകളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ സ്റ്റോറിയുടെ ഒന്നാമത്തെ ലൈനാണ് ഇവിടെ കണ്ടോ, എ വെൽതി മാൻ. വെൽതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി റിച്ച്, വളരെ പണക്കാരനായ. അപ്പോൾ വെൽതി മാൻ എന്ന് പറഞ്ഞാലോ വളരെ പണക്കാരനായ ഒരാൾ. അടുത്താണ് ലീവ്ഡ്, താമസിച്ചിരുന്നു. എവിടെ? ഇൻ എ മാസീവ്. ഇത് മാസീവ് ആണ്, മാസീവ് എന്ന് വായിക്കരുത്. ഓക്കെ, മാസീവ്. മാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ബിഗ്, വളരെ വലിയ, വളരെ വലിയ. ആൻഡ് അതുപോലെ ഗോർജിയസ്. ഗോർജിയസ് എന്ന് പറഞ്ഞാലോ വെരി ബ്യൂട്ടിഫുൾ, വളരെ മനോഹരമായ അല്ലെങ്കിൽ വളരെ സുന്ദരമായ. ഹൗസ് എന്ന് പറഞ്ഞാൽ വീട്. ഇപ്പോൾ ഏകദേശം മീനിങ് വന്നു അല്ലേ? എന്താണ് മീനിങ്? ഇങ്ങനെയാണ്: വളരെ മനോഹരമായ ഒരു വലിയ വീട്ടിൽ പണക്കാരനായ, വളരെ പണക്കാരനായ ഒരാൾ താമസിച്ചിരുന്നതായി. ഇനി ആ വീട് എവിടെയായിരുന്നു അറിയോ? നിയർ. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത് അല്ലേ? ഒരു ബ്യൂട്ടിഫുൾ, മനോഹരമായ, സുന്ദരമായ പാർക്ക് എന്നുവെച്ചാൽ ഒരു മനോഹരമായ പാർക്കിൻ്റെ അടുത്ത്. ഇനി നമുക്ക് ഈ സെൻറ്റൻസിൻ്റെ കംപ്ലീറ്റ് മുഴുവനായിട്ടുള്ള മീനിങ് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ വരും: ഒരു മനോഹരമായ പാർക്കിൻ്റെ അടുത്ത് വളരെ സുന്ദരമായ ഒരു വലിയ വീട്ടിൽ വളരെ പണക്കാരനായ ഒരാൾ താമസിച്ചിരുന്നു എന്നായി. നമ്മളിതുപോലെ സെൻറ്റൻസുകൾ വായിച്ചിട്ട് ഏകദേശം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മീനിങ് ഉണ്ടല്ല, അത് ശരിക്കും ഒന്നും കൂടി വെച്ച് നോക്കുക. ഓക്കെ, അങ്ങനെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ, വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോൾ നമ്മുടെ റീഡിങ് എന്താവും? പെർഫെക്റ്റ് ആവും. ഓക്കെ, ഇനി അടുത്താണ് ഹി. ഹി എന്ന് പറഞ്ഞാൽ ഇവിടെ അയാൾ, അവൻ, അയാൾ. ഹി, അയാൾ. ലീവ്ഡ്, താമസിച്ചു. ദയർ, അവിടെ, അയാൾ അവിടെ താമസിച്ചു. വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ. ആരുടെ കൂടെ? ആരുടെ കൂടെ? ഹിസ്, അയാളുടെ. വൈഫ് ആൻഡ് ലിറ്റിൽ ഡോട്ടർ. ഡോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾ. അപ്പോൾ ലിറ്റിൽ ഡോട്ടർ എന്ന് പറഞ്ഞാലോ ചെറിയ മകൾ. അപ്പോൾ ഏകദേശം മീനിങ് മനസ്സിലായി അല്ലേ? എന്താണ്? അയാൾ അയാളുടെ ഭാര്യയുടെയും ചെറിയ മകളുടെയും കൂടെ അവിടെ താമസിച്ചു എന്നായി. ഇനി മൂന്നാമത്തെ നമ്മുടെ സെൻറ്റൻസ് ആണ് ഹിസ്, അയാളുടെ. ഡോട്ടർ, മകൾ. ഹിസ് ഡോട്ടർ, അയാളുടെ മകൾ. വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു, ആയിരുന്നു. അപ്പോൾ എന്തായിരുന്നു? അപ്പോൾ അവളുടെ മകളായിരുന്നു. മകൾ എന്തായിരുന്നു? ക്യൂരിയസ്. ക്യൂരിയസ്. ക്യൂരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഈഗർ ടു നോ, എന്തെങ്കിലും ഒരു പുതിയ കാര്യം അറിയാനുള്ള ആകാംക്ഷ. നമ്മൾ ചെറിയ കുട്ടികളുണ്ടല്ലോ, ചെറിയ കുട്ടികൾ ഭയങ്കര എന്താണ്, ക്യൂരിയസ് ആണല്ലേ? എന്തെങ്കിലും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അറിയണം. ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ചോദിക്കും, ഇതെന്താ ഫാൻ ഇങ്ങനെ കറങ്ങുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ കറങ്ങുന്നില്ല? ക്യൂരിയസ് ആണ്, ക്യൂരിയസ്. ഓക്കെ, എന്താണ്? വെരി ഈഗർ ടു നോ, എന്തെങ്കിലും ഒരു കാര്യം അറിയാനുള്ള ആകാംക്ഷ. അടുത്താണ് അപ്പം എന്തായി അല്ലെ? അയാളുടെ ഡോട്ടർ, അയാളുടെ മകൾ എന്താണ്? വളരെ ക്യൂരിയസ് ആയ, വളരെ ആകാംക്ഷയുള്ള ഒരു മകളായിരുന്നു എന്നായി. ആൻഡ് അതുപോലെ ലവ്ഡ്. ലവ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, വളരെയധികം ഇഷ്ടപ്പെടുക. ഓക്കെ, ആസ്കിങ്, ചോദിക്കാൻ. അപ്പോൾ എന്തായി? ലവ്ഡ് ആസ്ക് എന്ന് പറഞ്ഞാലോ ചോദിക്കാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. എന്ത് ചോദിക്കാൻ? ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ആര്? അയാളുടെ മകൾ ഇഷ്ടപ്പെട്ടിരുന്നു. എങ്ങനെയുള്ള ചോദ്യങ്ങൾ? അബൌട്ട്, കുറിച്ച്. നേച്ചർ. എന്തായി? നേച്ചർ, പ്രകൃതി. പ്രകൃതിയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു അയാളുടെ മകൾ. അപ്പോൾ പ്രകൃതിയെക്കുറിച്ച് മാത്രമല്ല, അനിമൽസ്, ജീവികളെക്കുറിച്ച്. ആൻഡ് അതുപോലെ സയൻസ്, ശാസ്ത്രത്തെക്കുറിച്ച്. അപ്പോൾ ശാസ്ത്രത്തെയും ജീവികളെയും അതുപോലെ പ്രകൃതിയെയും കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ അയാളുടെ മകൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിനർത്ഥം. ഇനി അടുത്താണ് വൺ ഡേ. വൺ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം. ദ ഫാമിലി, ആ കുടുംബം. ദ ഫാമിലി, ആ കുടുംബം. ബിക്കെയിം, ആയി. ബിക്കം എന്ന് പറഞ്ഞാൽ ആവുക അല്ലെങ്കിൽ ആയിത്തീരുക.
ബിക്കെയിം ആയി തീർന്നു അല്ലെങ്കിൽ ആയി. അപ്പോൾ ആ കുടുംബം ആയി എന്തായി എന്നറിയോ? എക്സ്റ്റാറ്റിക്. എന്താണ് എക്സ്റ്റാറ്റിക്? അടുത്ത പുതിയ വേർഡാണ് എക്സ്റ്റാറ്റിക്. എക്സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹാപ്പി, വളരെ സന്തോഷമുള്ള എന്നാണ്, വളരെ സന്തോഷമുള്ള. അപ്പം എന്തായി? ആ കുടുംബം വളരെ സന്തോഷമായി. ആ കുടുംബത്തിൽ വളരെയധികം സന്തോഷമായി. എന്താ കാരണം? ആഫ്റ്റർ, ശേഷം, ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ കേൾക്കുക, കേൾവി. അപ്പോൾ ആഫ്റ്റർ ഹിയറിംഗ് എന്ന് പറഞ്ഞാലോ കേട്ടതിന് ശേഷം എന്നായി. ആഫ്റ്റർ ഹിയറിംഗ് കേട്ടതിന് ശേഷം. ഞാൻ ഒരു അടുത്തൊരു ഉദാഹരണം പറയാണ്. അപ്പോൾ ഞാൻ പറയാണ് ഗോയിങ്. ഓക്കെ, ഗോയിങ്, പോവുക. ആഫ്റ്റർ ഗോയിങ് എന്ന് പറഞ്ഞാലോ പോയതിന് ശേഷം. ആഫ്റ്റർ, ശേഷം. ഈറ്റിംഗ്, കഴിക്കുക. അപ്പോൾ ആഫ്റ്റർ ഈറ്റിംഗ് കഴിച്ചതിന് ശേഷം എന്നായി. ഓക്കെ. അപ്പോൾ എന്ത് കേട്ടതിന് ശേഷം? ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് എന്നാണ്. എന്താണ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്ന്. ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് അല്ലെങ്കിൽ ന്ന്. ദാറ്റ് എന്ന്. ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ? അതെ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. ഈ ദാറ്റിനല്ലോ, ദാറ്റ് ഇവിടെ കൺജങ്ഷനാണ്. എന്താണ് കൺജങ്ഷൻ? രണ്ട് സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു വേർഡാണ്. അതിനെയാണ് എന്ത് പറയുക? കൺജങ്ഷൻ, കണക്റ്റിംഗ് വേർഡ്. അപ്പോൾ ദാറ്റ് കണക്റ്റിംഗ് വേർഡായി വരുമ്പോൾ അതിൻ്റെ മീനിങ് ആണ് എന്ന് അല്ലെങ്കിൽ ഇന്ന്. ഇനി അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കാം. ദേ എന്ന് പറഞ്ഞാൽ അവർ, അല്ലേ? ദേ, അവർ. ഹാഡ് വോൺ. ഇവിടെ വോൺ ആണ് നേടി. WIN, വിൻ. വിൻ എന്ന് പറഞ്ഞാൽ നേടുക. അതിൻ്റെ പാസ്റ്റാണ് വോൺ, നേടി. എ ബിഗ് പ്രൈസ്, ഒരു വലിയ സമ്മാനം. ഒരു വലിയ സമ്മാനം നേടി എന്ന് കേട്ടതിന് ശേഷം പോകല്ലേ? എന്താണ്? ഒരു വലിയ സമ്മാനം നേടിയെന്ന് കേട്ടതിന് ശേഷം ആ കുടുംബം എന്തായി? വളരെ സന്തോഷകരമായി, വളരെ ഹാപ്പിയായി. വേണോ? എന്ന്. ഞാൻ അടുത്തൊരു ഉദാഹരണം പറയാണ്. നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാറില്ലേ, നീ ഇന്ന് വരില്ല എന്ന് നീ പറഞ്ഞല്ലോ. എന്താണ്? നീ ഇന്ന് വരില്ല എന്ന് നീ പറഞ്ഞല്ലോ ആണ് എന്ന്. നാളെ അവൾ കളിക്കുമെന്ന് അവൾ പറഞ്ഞല്ലോ. നാളെ അവൾ കളിക്കുമെന്ന്. അന്ന് കണ്ടോ? ഇന്ന്. നാളെ അവൾ കളിക്കുമെന്ന് അവൾ പറഞ്ഞല്ലോ. അതുപോലെ ആ ഒരു എന്ന് അല്ലെങ്കിൽ എന്ന് ആണ് ദാറ്റിൻ്റെ അർത്ഥം. എപ്പോൾ? ദാറ്റ് എന്ന് പറയുന്ന വേർഡ് കൺജങ്ഷനായിട്ട് വരുമ്പോൾ രണ്ട് സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി എന്താണ് ആ സമയത്ത് ദാറ്റിൻ്റെ അർത്ഥമാണ് എന്ന് അല്ലെങ്കിൽ എന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി ആണല്ലോ. ഇനി അടുത്താണ് ദേ. ദേ എന്ന് പറഞ്ഞാൽ അവർ. ദേ എന്ന് പറഞ്ഞാൽ അവർ. സെലിബ്രേറ്റഡ്, ആഘോഷിച്ചു. അപ്പോൾ ദേ സെലിബ്രേറ്റഡ്, അവർ ആഘോഷിച്ചു. ഹാപ്പിലി, സന്തോഷത്തോടെ. ടുഗെദർ, ഒരുമിച്ച്. അപ്പോൾ എന്താ ഏകദേശം മീനിങ് വന്നു അല്ലേ? എന്താണ്? അവർ ഒരുമിച്ച് സന്തോഷത്തോടെ ആഘോഷിച്ചു. എവിടെ? അറ്റ് ഹോം, വീട്ടിൽ. അപ്പോൾ വീട്ടിൽ അവർ സന്തോഷത്തോടെ ഒരുമിച്ച് ആഘോഷിച്ചു എന്നാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്താണ് ലേറ്റർ, പിന്നീട്. ലേറ്റർ, പിന്നീട്. ദാറ്റ് ഈവനിങ്, ആ വൈകുന്നേരം. ഇവിടെ ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് അല്ലെങ്കിൽ എന്ന് എന്നല്ല അർത്ഥം. കാരണം ഇവിടെ ദാറ്റ് എന്തല്ല? കൺജങ്ഷൻ അല്ല. എന്നാണ്? കൺജങ്ഷൻ അല്ല. ദാറ്റിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണ്? അത് അല്ലെങ്കിൽ ആ. ഇപ്പം ഞാൻ പറയാണ് ദാറ്റ് ഫാൻ, ആ ഫാൻ, ദാറ്റ് ചെയർ, ആ ചെയർ. ഇവിടെ ആ എന്നാണ്. ആ അല്ലെങ്കിൽ അത് എന്നാണ് യഥാർത്ഥം അല്ലേ? ആ അല്ലെങ്കിൽ അത്. ഈ ഒരു മീനിങ് ഇതാണ് ദാറ്റിൻ്റെ യഥാർത്ഥ മീനിങ്. പക്ഷെ ദാറ്റ് ഇതുപോലെ രണ്ട് സെൻറ്റൻസുകളെ കണക്റ്റാക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താണ്? എന്ന് അല്ലെങ്കിൽ എന്ന് എന്നാണ് അർത്ഥം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ എന്തായി? ലേറ്റർ, പിന്നീട്. ലേറ്റർ ദാറ്റ് ഈവനിങ്, ആ ഈവനിങ് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആ വൈകുന്നേരം. എന്താണെന്ന് വെച്ചാൽ പറയാം? ദ മാൻ, അയാൾ. ബിക്കെയിം, ആയി. അയാൾ എന്തായി? ഫ്യൂരിയസ്. അടുത്ത വേർഡാണ് ഫ്യൂരിയസ്, പുതിയ വേർഡ്. ഫ്യൂരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി എംഗ്രി, വളരെ ദേഷ്യമുള്ള. അപ്പോൾ അയാൾ എന്തായി? അയാൾ ദേഷ്യക്കാരനായി. അയാൾ വളരെ ദേഷ്യമുള്ള ആളായി. എന്തുപറ്റി? ബിക്കോസ്, കാരണം.
കാരണം ദേഷ്യപ്പെട്ടു ഇപ്പോൾ. കാരണം അയാൾ കുഡ് നോട്ട്, ഇവിടെ വേണ്ട, കുഡ് നോട്ട് കഴിഞ്ഞില്ല. അപ്പോൾ അയാൾക്ക് കഴിഞ്ഞില്ല. എന്ത് കഴിഞ്ഞില്ല? ഫൈൻഡ്, കണ്ടുപിടിക്കുക. അപ്പോൾ അയാൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? ഹിസ് ഇമ്പോർട്ടൻറ്റ് കാർ കീസ്, അയാളുടെ പ്രധാനപ്പെട്ട കാറിൻ്റെ ചാവികൾ കണ്ടുപിടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അയാൾ എന്തായി? ദേഷ്യക്കാരനായി. അതുകൊണ്ട് അയാൾ ദേഷ്യപ്പെട്ടു. ഓക്കെ. പിന്നെ പറയാണ് ആഫ്റ്റർ, ശേഷം. സെർച്ച് എന്ന് പറഞ്ഞാൽ തിരയുക. അപ്പം എന്തായി? ആഫ്റ്റർ സെർച്ചിങ്, തിരഞ്ഞതിന് ശേഷം എന്നായി അല്ലേ? തിരഞ്ഞതിന് ശേഷം. ഫോർ സം ടൈം എന്ന് പറയുന്ന ഈ 3 വേർഡ്സുകളുടെ ഒരു ഗ്രൂപ്പാണ്. ഇതൊരു പ്രയോഗം കേട്ടോ. ഫോർ സം ടൈം എന്നുവെച്ചാൽ കുറച്ച് സമയം തിരഞ്ഞതിന് ശേഷം എന്താ വെച്ചറിയോ? ഹിസ് ഡോട്ടർ, അയാളുടെ മകൾ, ഫൈനലി, അവസാനം, ഫൗണ്ട്, കണ്ടെത്തി. ഫൈൻഡിൻ്റെ പാസ്റ്റാണ്. അവസാനം അയാളുടെ മകൾ കണ്ടെത്തി. എന്ത് കണ്ടെത്തി എന്നറിയോ? ദം, ഇതെന്ന് പറഞ്ഞാൽ അവ. ഇവിടെ ചാവികൾ. അവ കണ്ടെത്തി. അണ്ടർ എ ചെയർ എന്നുവെച്ചാൽ താഴെ എന്തിൻ്റെ? ഒരു കസേരയുടെ. അപ്പോൾ ഒരു കസേരയുടെ താഴെ ആ ചാവികൾ അദ്ദേഹത്തിൻ്റെ മകൾ കണ്ടെത്തിയതായി. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളിങ്ങനെ അർത്ഥം വെക്കുമ്പോൾ ഏകദേശം ഒരു മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ശരിക്ക് ഒന്ന് മീനിങ് വെക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട വൊക്കാബുലറി വേർഡ്സുകൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ജസ്റ്റ് നമ്മൾ വായിക്കാം. ഒന്നാണ് വെൽതി, വെരി റിച്ച്. അതുപോലെ മാസീവ്, വെരി ബിഗ്. ഗോർജിയസ്, വെരി ബ്യൂട്ടിഫുൾ. അതുപോലെ ക്യൂരിയസ്, വെരി ഈഗർ ടു നോ, എന്തെങ്കിലും കാര്യം അറിയാനുള്ള ആകാംക്ഷ. അതുപോലെ എക്സ്റ്റാറ്റിക്, വെരി ഹാപ്പി. അടുത്താണ് ഇവിടെ വന്നുണ്ടല്ലോ, ഫ്യൂരിയസ്. ഫ്യൂരിയസ്. 1 2 3 4 5 6. ഈ ഒരു ചെറിയൊരു സ്റ്റോറിയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട പുതിയൊരു 5-6 വേർഡ്സ് നമുക്ക് കിട്ടി. ഈ വേർഡ്സുകളൊക്കെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ബുക്ക് PDF ഉണ്ട്. പേജ് നമ്പർ 257, 257 പേജിൽ ആദ്യത്തെ വേർഡ്സുകളാണ്. ഓക്കെ. അതിൽ അഡ്വാൻസ്ഡ് വേർഡ്സ് എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. അതിൽ നമ്മൾ 100 അഡ്വാൻസ്ഡ് വേർഡ്സുകൾ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ സ്റ്റാർട്ടിങ്ങിലെ വേർഡ്സുകളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ പേജ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക? വായിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഓക്കെ. താങ്ക് യു എവരിവൺ.